നമസ്കാരം. രണ്ട് കത്തുകളിലൂടെ കഴിഞ്ഞകാല കഥകളിലോട്ട് കടന്നു പോകാം. സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. ഞാൻ ഇന്നലെ കടയിൽ വീട്ടു സാധനങ്ങൾ വാങ്ങാൻ പോയപ്പോൾ ഒരു ബോട്ടിൽ കണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള ബോട്ടിലാണ്. ഞാൻ എടുത്തതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ കരിക്കിൻ വെള്ളമാണ്. കരിക്കിൻ വെള്ളം ആയതുകൊണ്ടാണ് ഞാൻ എടുത്തത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കുമ്പോൾ വളരെ കുറഞ്ഞ വില, 270 മില്ലി ലിറ്റർ, വെറും 20 രൂപ. വെറും 20 രൂപയ്ക്ക് 270 മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു 60-70 രൂപയാവും ഒരു ലിറ്ററിന്. അങ്ങനെ 1 ലിറ്റർ കരിക്ക് വെള്ളം 70 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുമോ? ഈ കഥ പറയാനാണ്, ഇതിന്റെ വിശദാംശങ്ങൾ പറയാനിരുന്നപ്പോഴാണ് ഇന്നലത്തെ സെയിലിംഗ് കമന്ററി. അതിൽ 2 കത്തുകൾ. ആ കത്തുകൾക്ക് ഉടനെ തന്നെ മറുപടി കൊടുക്കണം. കാരണം അവർക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ നമ്മുടെ പോർട്ടിനെ അത്ര അധികം സ്നേഹിക്കുന്നവരല്ല എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എന്നാൽ പോലും ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് അവരോടുള്ള മര്യാദ കാണിക്കണം. അവരെഴുതുന്ന ഒരാൾ പ്രീമ ഗ്രേസ് വനിതയാണെന്ന് ഞാൻ കരുതുന്നു. ഒരു കണ്ടെയ്നർ US പോകാൻ, അപ്പൊ ഇന്നലെ നമ്മൾ അമേരിക്കൻ കണ്ടെയ്നർ കഥയൊക്കെ പറഞ്ഞല്ലോ. ഒരു കണ്ടെയ്നർ US പോകാൻ കരയിലൂടെ വിഴിഞ്ഞത്ത് കഴിഞ്ഞ മാസം കരയിലൂടെ വന്നിരുന്നു എന്ന് സങ്കല്പിക്കുക. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാസം ഒരു കപ്പൽ വന്നു, US നേരെ ഇവിടെ വന്നു. അത് നേരിട്ട് US ഏത് ദിവസം പോകുമായിരുന്നു? നേരിട്ട് പോകാൻ 26 ദിവസം ഉദാഹരണമുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു കപ്പൽ വന്നിട്ടുണ്ട്, എത്തിയിട്ടുണ്ട്. GSL നിഗ്ബോ 26 ദിവസമാണ് എടുത്തത്. 26 ദിവസമാണ്. അതും ഇന്നലെ രാവിലെ 11 മണിക്ക് ഇവിടെ എത്തി. ആങ്കറേജിൽ 11 മണിക്ക് എത്തി. സപ്പോസ് ടു റീച്ച് ഇന്നലെ വൈകുന്നേരം 6 മണിക്കാണ് അവർ ഷെഡ്യൂൾ ചെയ്തിരുന്നത്. പക്ഷെ ഇന്നലെ രാവിലെ തന്നെ എത്തി. എന്ന് പറഞ്ഞാൽ ഒരു 7-8-10 മണിക്കൂർ മുൻപ് എത്തുന്നതാണ് TRVയുടെ സൗകര്യം. ഇവിടെ നിന്നും എന്നാണ് US നേരിട്ട് കപ്പൽ പോയത്? അനിപ്പ റെക്കോർഡെല്ലാം തിരഞ്ഞു പിടിച്ചെടുക്കണം. എനിക്ക് അതിനുള്ള നേരം ഇല്ലാത്തത് കൊണ്ട് എന്തായാലും അങ്ങോട്ടും പോകുന്നുണ്ട്, ഇങ്ങോട്ടും വരുന്നുണ്ട്. ഇനി ഒരു കപ്പൽ പോയ ഉടനെയാണ് അത് വന്നതെങ്കിൽ എത്രയോ നാൾ കഴിഞ്ഞ് അടുത്ത കപ്പൽ US പോകുമ്പോൾ മാത്രമല്ലേ അത് പോകും. എന്ന് പറഞ്ഞാൽ ഒരു കപ്പൽ വന്ന് പോയി കഴിഞ്ഞപ്പോൾ ഒരു കണ്ടെയ്നർ വന്നു എന്ന് കരുതുക. ഇനി ആ കണ്ടെയ്നർ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? 1 മാസവും 2 മാസവും കാത്തിരിക്കണം എന്നുള്ളത് പ്രീമ ഗ്രേസിന്റെ അനുഭവമായിരിക്കും. ഞങ്ങളുടെ അനുഭവം അതല്ല, ഞങ്ങളുടെ സ്വപ്നവും അതല്ല. ഞങ്ങളുടെ സ്വപ്നം അമേരിക്കയിലോട്ട്. അതിനു മുമ്പ് ഈ വെറുതെ സ്വപ്നം കണ്ടാൽ പോരല്ല, ആ സ്വപ്നവും യാഥാർത്ഥ്യവുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിലേ സ്വപ്നം കണ്ടിട്ട് കാര്യമുള്ളൂ. 2024 ജൂലൈ മാസത്തിലാണ് ഇവിടെ പ്രവർത്തനം തുടങ്ങുന്നത്. ജൂലൈ മാസത്തിൽ 3 കപ്പലുകളാണ് ആകെ എത്തിയത്. 3 കപ്പലുകൾ. ഓഗസ്റ്റ് മാസത്തിൽ അത് പിന്നെയും കുറഞ്ഞു, 2 കപ്പല്. 2026 ജനുവരി മാസമായപ്പോൾ കപ്പലുകളുടെ എണ്ണം എത്രയായെന്നറിയാമോ? 64. 62 കപ്പലുകൾ വന്നുപോയി, 2 കപ്പലുകൾ ബർത്തിലുണ്ടായിരുന്നു. അങ്ങനെ 64 കപ്പലുകൾ. അപ്പൊ നമ്മൾ 2024 ജൂലൈ മാസത്തിൽ എന്ത് പറയുമായിരുന്നു? ഒരു 2-3 കപ്പൽ ഒരു മാസത്തിൽ വന്നാൽ വന്നു. അങ്ങനെയാണല്ലോ പ്രചരണം. ഒരു കപ്പലും വരത്തില്ല, ക്രെയിനിൽ കാക്ക കൂടുവെക്കും, ആക്രി കണ്ടെയ്നറുകളിരുന്ന് തുരുമ്പെടുക്കും തുടങ്ങിയവ ഒക്കെ ആയിരുന്നല്ലോ നമ്മുടെ പ്രചരണങ്ങൾ. എന്തായാലും അമേരിക്കയിൽ ഇപ്പൊ വന്ന GSL നിഗ്ബോയുടെ ഉള്ളതുകൊണ്ട് ഞാൻ പറയാണ്, ഇതുപോലെ ദിവസേന ഓരോ കപ്പൽ വരിക. അമേരിക്കയിൽ നിന്നാണ്, അല്ലാതെ ദുബായിൽ നിന്ന് സിംഗപ്പൂരിൽ നിന്നല്ല. അമേരിക്കയിൽ നിന്ന് ഒരു കപ്പൽ ദിവസേന വരിക, ദിവസേന കപ്പലുകൾ പോവുക. അമേരിക്ക എന്ന് പറയുമ്പോൾ ന്യൂയോർക്കിൽ നിന്നൊരു കപ്പൽ, അല്ലെങ്കിൽ അവരുടെ കിഴക്കൻ തീരത്ത് നിന്ന് ഒരു കപ്പൽ TRVയിൽ ദിവസേന വരിക. അതുപോലെ TRVയിൽ നിന്ന് കിഴക്കൻ തീരത്തേക്ക് ഒരു കപ്പൽ ദിവസേന പോവുക. TRVയിൽ നിന്ന് ഒരു കപ്പൽ ദിവസേന കാലിഫോർണിയ അവരുടെ പടിഞ്ഞാറൻ തീരത്തേക്ക് പോവുക. അവിടെ നിന്നൊരു കപ്പൽ ദിവസേന TRVയിലോട്ട് എത്തുക. ചുരുക്കത്തിൽ ഒരു ദിവസം 4 കപ്പലുകൾ. അമേരിക്കയെ കണക്ട് ചെയ്യുന്ന 4 കപ്പലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും
ഉണ്ടാവുക എന്നുള്ളതാണ് ഞങ്ങളുടെ 30 വർഷം മുമ്പുള്ള സ്വപ്നം. ഇന്നും ഇന്നലെയും തുടങ്ങിയ സ്വപ്നമല്ല. അങ്ങനെ പറയുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. രണ്ടാമത്തെ കത്തിൽ അത് കുറച്ചുകൂടെ വ്യക്തമാക്കാം. എന്തായാലും നിങ്ങൾ അനുഭവിച്ച അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഒരു പോർട്ടിൽ ഒരു കപ്പൽ, ഏതെങ്കിലും വിദേശ രാജ്യത്തു നിന്ന് ഒരു കപ്പൽ വരുന്നുണ്ടെങ്കിൽ പിന്നെ 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത് എന്നുള്ളതല്ല TRVയുടെ ചിത്രമെന്ന് കഴിഞ്ഞ 2 വർഷത്തെ കണക്കെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാകും. ഇപ്പൊ ജെയ്റ്റ് സർവീസ് വരുന്നുണ്ട്, ജെയ്റ്റ് സർവീസിന്റെ MSC ലൊറേറ്റോ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ MSCയുടെ തന്നെ ഏറ്റവും വമ്പൻ കപ്പലുകൾ, ചിലർ ചോദിക്കുന്നുണ്ട് MSC മാത്രമല്ലേ വരുന്നുള്ളൂ. MSCക്ക് ഇപ്പൊ 4 കപ്പൽ പുറംകടലിൽ കിടപ്പുണ്ട്. MSCക്ക് പോലും ബർത്ത് തികയുന്നില്ല എന്നുള്ളതാണ് TRVയുടെ അവസ്ഥ. അവിടെ എങ്ങനെയാണ് ധൈര്യമായി മേസ്കിന് കൊടുക്കുക, എങ്ങനെയാണ് CMA CGMന് കൊടുക്കുക, എങ്ങനെയാണ് എവർഗ്രീൻ കൊടുക്കുക? അവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ കപ്പലുകളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാവണം. അല്ലാതെ എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് എല്ലാവരെയും നിരാശരാക്കാനും അവരുടെ ഷെഡ്യൂളുകൾ തെറ്റിക്കാനും അല്ല TRV പോലുള്ള ഒരു പോർട്ട് പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ട് MSC പോലും അവരും ഇപ്പോൾ സ്റ്റെബിലൈസ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. 2 വർഷമായിട്ട് അവരും സ്റ്റെബിലൈസ് ചെയ്ത്, ഇപ്പൊ പണ്ടത്തതുപോലെ 7-8 കപ്പലുകൾ പുറംകടലിൽ കിടക്കുന്നില്ല. അവർക്കും ഇപ്പോഴാണ് ഈ പുതിയ പോർട്ടുമായി ബന്ധപ്പെട്ട ലോജിസ്റ്റിക്സ് വർക്ക്, സപ്ലൈ ചെയിൻ ഒക്കെ വർക്കൗട്ട് ചെയ്ത് സ്മൂത്താക്കാൻ പറ്റുന്നത്. ഈ 7-8 കപ്പലുകൾ കാത്തു കിടന്ന മാസങ്ങളിൽ 40-45 കപ്പലുകളാണ് വന്നു പോയതെങ്കിൽ ഇപ്പോൾ അങ്ങനെ അധികം, ഇന്ന് പ്രത്യേകതയാണ്, അപൂർവമായിട്ടാണ് 4 കപ്പൽ പുറംകടലിൽ കിടക്കുന്നത്. അല്ലെങ്കിൽ 2 കപ്പൽ ബർത്ത് കിടക്കുമ്പോൾ 2 കപ്പൽ ഇങ്ങനെ സെയിലിംഗിലായിരിക്കും. ഇവരിറങ്ങുന്ന സമയത്ത് പുറംകടലിൽ എത്തിയിട്ടുണ്ടാവും. അങ്ങനെ കൃത്യമായി MSCയുടെ ഒരു പ്ലാനിങ്ങും കൃത്യമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഈ 2ാം വർഷം. പ്രീമ ഗ്രേസിന്റെ കത്ത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. എന്തായാലും ഇന്ത്യയിലെ മറ്റൊരു പോർട്ട് സ്വപ്നം കാണാത്ത സ്വപ്നങ്ങളാണ് TRV കാണുന്നത്. സ്വപ്നങ്ങൾ മാത്രമല്ല, അത് ടാൻജിബിൾ ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ 2 ബർത്ത് വെച്ചുകൊണ്ട് ഇത്രയും ചെയ്യാൻ പറ്റുമെങ്കിൽ 2028, 27, 28, 26 27, 28 കൂടി അത് 4 മദർ വെസലെങ്കിലും ഒരേ സമയത്ത് നിൽക്കുന്ന തരത്തിൽ ബർത്ത് വലുതാവുന്നു. അവിടെയും ഞങ്ങളുടെ സ്വപ്നം അവസാനിക്കുന്നില്ല. ഞങ്ങളുടെ ലക്ഷ്യം 10 കോടി കണ്ടെയ്നറാണ്. ഞങ്ങൾ കടലിലോട്ടാണ് ഇനി പണിയാൻ പോകുന്നത്. അങ്ങനെയുള്ള പദ്ധതികളാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ദിവസേന യൂറോപ്പ് സെക്ടർ, ഇവിടെ നിന്ന് നേരെ സുയസ് തുറന്ന് റോട്ടർഡാം, വലൻസിയ, അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങൾ, ഇവിടുന്ന് സിംഗപ്പൂർ, ഷാങ്ഹായ്, കാലിഫോർണിയ, പടിഞ്ഞാറൻ തീരങ്ങൾ, അമേരിക്കയുടെയും കാനഡയുടെയും പടിഞ്ഞാറൻ തീരങ്ങൾ, അങ്ങനെ ലോകം മുഴുവനുമുള്ള സപ്ലൈ ചെയിനിന്റെ പ്രധാന കണ്ണിയായി മാറുക എന്നുള്ളതാണ് കഴിഞ്ഞ 30 വർഷമായി ഞങ്ങൾ താലോലിക്കുന്ന സ്വപ്നം. ആ സ്വപ്നം യാഥാർത്ഥ്യമാണെന്ന് ഞങ്ങൾ മാത്രമല്ലല്ലോ, ഇപ്പൊ MSC പോലും അംഗീകരിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ കമ്പനി അംഗീകരിച്ചു. 62-64 കപ്പലുകളെ ഒരു മാസം വിട്ടുകൊണ്ട് ഇനി അതിൽ കൂടുതൽ കപ്പലുകളെ വിടാൻ അവർക്ക് പറ്റുമെന്നുള്ളൊരു സാഹചര്യം. അതേ സമയത്ത് TRVയുമായി താരതമ്യം ചെയ്യാവുന്ന കൊളംബോ വെസ്റ്റ് ഇന്റർനാഷണൽ ടെർമിനലിൽ വരുന്ന കപ്പലുകളുടെ എണ്ണവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് വേറൊന്നും കൊണ്ടല്ല, TRVക്ക് ഇന്ത്യ എന്ന് പറയുന്ന വിപുലമായ ഒരു മാർക്കറ്റിനെ കേറ്റർ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ വലിയ സാധ്യതകളുണ്ട്. അതുപോലെ കൊളംബോയ്ക്ക് ആ സാധ്യതയില്ല. TRV വരുന്നതിന് മുമ്പ് കൊളംബോ ആ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ കിഴക്കോട്ടും വടക്കോട്ടുമുള്ള കപ്പലുകളെ വിടുമ്പോൾ തന്നെ 10 കോടി കണ്ടെയ്നർ എന്ന് പറയുന്നതിൽ 5 കോടി കണ്ടെയ്നറെങ്കിലും ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നവയായിരിക്കണം. അതാണ് ഞങ്ങളുടെ സ്വപ്നം. 5 കോടി കണ്ടെയ്നർ ഒരു വർഷം, 5 കോടി, ഇന്ന് നിലവിൽ 2-2.5 എത്തിയിട്ടുണ്ട്. 5 കോടി കണ്ടെയ്നർ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കണം. 5 കോടി കണ്ടെയ്നർ ട്രാൻസ്ഷിപ്പ് ചെയ്യണം. 28 രാജ്യങ്ങളുണ്ട് ഇന്ത്യക്ക് ഫീഡർ പോർട്ടുകളായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന 28 രാജ്യങ്ങളും പോർട്ടുകളുമുണ്ട്. ഇന്ത്യൻ ഓഷ്യൻ റിം നേഷൻസ് എന്ന് പറയും. ഇന്ത്യൻ ഓഷ്യന്റെ ഓരത്തുള്ള, ഇപ്പം മ്യാൻമാറിന്റെ കഥ പറഞ്ഞല്ലോ, ഇതുപോലെ ഇതിന്റെ ഓരത്തുള്ള മിക്കവാറും എല്ലാ പോർട്ടുകളും ആയെന്ന് പറയാൻ പറ്റില്ല. ആഫ്രിക്കയിൽ ഇനിയും വരാനുണ്ട്. മിഡിൽ ഈസ്റ്റിലെ എല്ലാ പോർട്ടുകളുമായെന്ന് പറയാൻ പറ്റില്ല. അത്തരം എല്ലാ പോർട്ടുകളെയും കണക്ട് ചെയ്തുകൊണ്ട് 28 രാജ്യങ്ങളിലെ പോർട്ടുകളെ കണ്ണി ചേർക്കുന്നതാണ് TRVയുടെ സ്വപ്നം. 10 കോടി കണ്ടെയ്നർ കൈകാര്യം ചെയ്യുന്ന ഒരു വർഷം, 10 കോടി കണ്ടെയ്നർ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. ആ ലക്ഷ്യത്തിലോട്ട് പോകുമ്പോൾ പ്രീമ ഗ്രേസിന്റെ ഈ സ്വപ്നം
അമേരിക്കയിൽ നിന്ന് ഒരു കപ്പൽ വന്നാൽ പിന്നെ എന്നാണ് ഒരു കപ്പൽ അടുത്ത് പോകുന്നതെന്നുള്ള യാതൊരു സംശയവും ഞങ്ങൾക്കില്ല. രാവിലെയും വൈകുന്നേരവും കപ്പൽ വിടുക എന്നുള്ളതാണ് അമേരിക്കയിലോട്ടും യൂറോപ്പിലോട്ടും ചൈനയിലോട്ടും അവിടെ നിന്ന് കാലിഫോർണിയയിലോട്ടും വിടുക എന്നുള്ളതാണ് ഞങ്ങളുടെ സ്വപ്നം. ഞങ്ങളുടെ സ്വപ്നം കറക്റ്റായിട്ട് സ്വപ്നം കണ്ടതുപോലെ തന്നെ മുന്നോട്ട് പോകുന്നു. ഒരല്പം വൈകി എന്നുള്ള വിഷമം മാത്രമേ ഉള്ളൂ. ഗേറ്റ് തുറന്നിട്ടില്ല എന്നുള്ളൊരു വലിയ വിഷമം കൂടിയുണ്ട്. ഗേറ്റ് കൂടി തുറന്നാൽ ഈ 62 കപ്പലിന്റെ സ്ഥാനത്ത് ഒരു പക്ഷേ ഞാൻ സംഖ്യ പറയുന്നില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ കപ്പൽ തുറക്കുന്ന കാര്യത്തിൽ മാത്രം അഭിപ്രായം പറയാതിരിക്കുന്നത്? അതിന്റെ പിന്നിലുള്ള നിങ്ങളുടെ താല്പര്യം കൂടി നിങ്ങൾ വ്യക്തമാക്കുക. എന്തായാലും 10 കോടി കണ്ടെയ്നർ എന്നുള്ള വലിയ ലക്ഷ്യത്തിലോട്ട് പോകുമ്പോൾ അമേരിക്കയും യൂറോപ്പും ഏഷ്യയും ഇന്ത്യൻ ഓഷ്യൻ റിം നേഷൻസും എല്ലാം അടങ്ങുന്ന ഒരു വലിയ ക്യാൻവാസാണ് ഞങ്ങൾ 30 വർഷം മുമ്പ് സംസാരിച്ച് നടന്നത്. ഞങ്ങൾ എന്താണ് പറഞ്ഞതെന്നറിയാമോ? ഇറ്റ് വിൽ ചേഞ്ച്, TRV വിൽ ചേഞ്ച് ദി ഇക്വിലിബ്രിയം ഓഫ് ഗ്ലോബൽ ട്രേഡ്. ഗ്ലോബൽ ട്രേഡ് ഇന്ന് നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമവായമുണ്ടല്ലോ, ആ സമവായത്തിൽ തകിടം മറിക്കലുകൾ സൃഷ്ടിക്കാൻ പോകുന്നതാണ് TRV. അതുകൊണ്ട് ആ പ്രോജക്റ്റിനെ, ആ സ്വപ്നത്തെ സപ്പോർട്ട് ചെയ്യുന്ന, താലോലിക്കുന്ന തരത്തിലാവണം നിങ്ങളുടെ സമീപനങ്ങളും. കാരണം ബീങ് എ കേരളൈറ്റ് അതിന്റെ പ്രയോജനം നിങ്ങൾക്കുമുണ്ടാകും. തിരുവനന്തപുരത്തിന് മാത്രമായിട്ട് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല, കേരളത്തിന് മാത്രമായിട്ടും ഇത് ചെയ്യാൻ കഴിയില്ല. ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാവരുടെയും ഉയർച്ചയും വളർച്ചയുമാണ് ഈ തുറമുഖം ലക്ഷ്യം വെക്കുന്നത്. വിപിന്റെ ട്രിവാൻഡ്രം ട്രക്കത്തോൺ കഥ കൂടി പറഞ്ഞ് ഇന്നത്തെ റിപ്പോർട്ട് അവസാനിപ്പിക്കാം. ഒരു കണ്ടെയ്നർ അദ്ദേഹം അയച്ചു തന്നത് ആദ്യമായിട്ടാണ് ഓസ്ട്രേലിയയിലെ ബ്രിസ്ബെയിൻ. അവിടെ നിന്നൊന്നും അധികം കണ്ടെയ്നർ വരാറില്ല. ബ്രിസ്ബെയിൻ ചെന്നൈയാണ്. ബ്രിസ്ബെയിനിൽ നിന്ന് ഒരു കണ്ടെയ്നർ ഇങ്ങോട്ട് വന്നത് ഇറ്റ് ടുക്ക് പ്രിസൈസ്ലി 118 ഡേയ്സ്. 180 അല്ല, 18 118 ദിവസം എടുത്താണ് ആ കണ്ടെയ്നർ ഇവിടെ എത്തിയത്. പോയതൊക്കെ വിചിത്രമായ പോർട്ടുകളാണ്. ബ്രിസ്ബെയിനിൽ നിന്ന് നേരെ ഖോസിയോങ്, ആദ്യമായിട്ടാണ്. ഖോസിയോങ് എന്ന് പറയുന്നത് തൈവാനിലെ പോർട്ടാണ്. അവിടെ നേരെ തൈവാൻ എന്ന ചൈനയിലെ ഡാലിയാൻ, അവിടെ നിന്ന് ചൈനയിൽ നിന്ന് റിഷാവിൽ നിന്ന് കിങ്ഡാവ്. ഇത് കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് ചെന്നൈയിലോട്ട് വന്നത്. ഈ 26/1 ജനുവരി മാസം 26-ാം തീയതി എത്തി. ബ്രിസ്ബെയിനിൽ യാത്ര തിരിച്ചത് 9/10. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ തിരിച്ചൊരു കണ്ടെയ്നർ 118 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇവിടെ എത്തിയത്. ഇതിനൊക്കെ പ്രിമ ഗ്രേസ് നമുക്ക് പരിഹാരം ഉണ്ടാക്കണ്ടേ? ഇത്രയും വൈകിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം രക്ഷപ്പെടുമോ? നമ്മുടെ വ്യവസായികൾ രക്ഷപ്പെടുമോ? നമ്മുടെ കയറ്റുമതിക്കാർ രക്ഷപ്പെടുമോ? അപ്പൊ എല്ലാവരെയും വളർത്താൻ സഹായിക്കുന്ന TRV പോർട്ടിനെ ദയവ് ചെയ്ത് നിങ്ങൾ കൊല്ലാക്കൊല ചെയ്യാതിരിക്കുക.